എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു പാഠമാണ്. നമ്മുടെ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റിലെ ഒരു കഥ, ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ്. കേട്ടിട്ടുണ്ടോ ഈ പേര്? ടിഫിൻ കാരിയേഴ്സ്. എന്താണ് ഈ ടിഫിൻ കാരിയേഴ്സ്? നമ്മുടെയൊക്കെ വീട്ടിൽ ചോറ്റുപാത്രമില്ലേ? അത് തന്നെ. അപ്പോൾ ഈ ചോറ്റുപാത്രങ്ങൾ കൊണ്ടുപോകുന്നവരുടെ ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഇത് വെറും ഒരു കഥയല്ല. മുംബൈ നഗരത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കാര്യമാണ്. ഈ പാഠത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സാഹസികതയുടെ മണം വരുന്നില്ലേ? ശരിയാണ്, ഇതൊരുതരം സാഹസികത തന്നെയാണ്. എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു ചെറിയ കാര്യമാണ്, അല്ലേയല്ല. അപ്പോൾ നമുക്ക് ആ അത്ഭുത ലോകത്തേക്കൊന്ന് പോയി നോക്കിയാലോ? മുംബൈയിലെ ഡബ്ബാവാലകളുടെ ലോകത്തേക്ക്. റെഡിയല്ലേ എല്ലാവരും? കൂട്ടുകാരെ, ഈ ഡബ്ബാവാലകൾ അവർ മുംബൈയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ലോകത്ത് വേറെ ഒരു നഗരത്തിലും ഇങ്ങനെ ഒരു കൂട്ടറില്ല. എന്തുകൊണ്ടായിരിക്കും അത്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? കാരണം മുംബൈക്ക് അതിൻ്റേതായ ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ഇന്ത്യയുടെ ബിഗ് ആപ്പിൾ എന്ന് വിളിക്കുന്ന എപ്പോഴും തിരക്കുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൻ നഗരമാണ് മുംബൈ. ഒന്നാമത്തെ കാരണം മുംബൈയിലെ സ്ഥലവിലയാണ്. അത് ആകാശം മുട്ടെ ഉയരത്തിലാണ്. അതുകൊണ്ടുതന്നെ ഒരു സാധാരണ ജോലിക്കാരന് അവരുടെ ഓഫീസിന്റെ അടുത്തൊന്നും താമസിക്കാൻ കഴിയില്ല. അത് ഏതാണ്ട് അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ ആളുകൾ ജോലിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മുംബൈ ഒരു വലിയ കാന്തം പോലെയാണ്. അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നു. അങ്ങനെ വരുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ ഭക്ഷണ രീതികളും ശീലങ്ങളും ഉണ്ടാകും. ചിലർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലായിരിക്കും. ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും. അതുമാത്രമല്ല, മുംബൈയിൽ ജീവിക്കാനുള്ള ചെലവ് അങ്ങേയറ്റം കൂടിയപ്പോൾ ഓഫീസിന്റെ അടുത്തുള്ള ഹോട്ടലുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറി. പോരാത്തതിന് നമ്മൾ ഇന്ത്യക്കാർക്ക് സാൻഡ്വിച്ചോ സാലഡോ ഒന്നും അത്ര താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണല്ലോ. നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചൂട് ചോറും കറികളും തന്നെ വേണം, അല്ലേ? അപ്പോൾ മുംബൈയിലെ ഈ ലക്ഷക്കണക്കിന് ജോലിക്കാർക്ക് മുന്നിൽ ആകെ രണ്ട് വഴികളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ദിവസം മുഴുവൻ പട്ടിണി കിടക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ നിന്നുണ്ടാക്കിയ ചൂട് ചോറ് ഓഫീസിൽ എത്തിച്ചു തരുമെന്ന് സ്വപ്നം കാണുക. ഇതൊരു അസാധ്യമായ സ്വപ്നം പോലെ തോന്നുന്നില്ലേ? എന്നാൽ മുംബൈ ഒരുപാട് അസാധ്യമായ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയൊരു നഗരമാണ്. അതുപോലെ ഈ സ്വപ്നവും യാഥാർത്ഥ്യമായി. എങ്ങനെയാണെന്നോ? അവിടേക്കാണ് നമ്മുടെ കഥാനായകന്മാരായ ഡബ്ബാവാലകൾ വരുന്നത്. മുമ്പ് മുംബൈയിൽ താമസിച്ചിരുന്ന ലേഖകർ പറയുകയാണ്, അവർ ഈ ഡബ്ബാവാലകളെ എന്നും കാണുമായിരുന്നുവെന്ന്. അവർ ട്രെയിനുകളിൽ തിരക്കിട്ട് കയറുന്നതും സ്റ്റേഷനുകളിൽ ഇറങ്ങി ഓടുന്നതും വലിയ പെട്ടികളിൽ നിറയെ ചോറ്റുപാത്രങ്ങളുമായി തിരക്കേറിയ റോഡുകളിലൂടെ പോകുന്നതും സ്ഥിരം കാഴ്ചയായിരുന്നു. മുംബൈയിലെ കറുപ്പും മഞ്ഞയും നിറമുള്ള ടാക്സികളെപ്പോലെ ഡബ്ബാവാലകളും ആ നഗരത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഈ ഡബ്ബാവാല സംവിധാനം എങ്ങനെ തുടങ്ങിയെന്നറിയാമോ? അതിനൊരു കഥയുണ്ട്. 1890-ലാണ് അതിന്റെ തുടക്കം. അന്ന് മുംബൈയുടെ പേര് ബോംബെ എന്നായിരുന്നു. ദാദർ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു പാർസി സ്ത്രീ മഹാദു ഇവാജി ബച്ച് എന്നു പേരുള്ള ഒരാളോട് സംസാരിച്ചു. അവർക്ക് അവരുടെ ഭർത്താവിനെ ഒരു ചോറ്റുപാക്കം ഓഫീസിൽ എത്തിക്കണമായിരുന്നു. ഭർത്താവ് ജോലി ചെയ്തിരുന്നത് മുംബൈ നഗരത്തിന്റെ ഹൃദയഭാഗത്തായിരുന്നു. അതായിരുന്നു ഡബ്ബാവാലകളുടെ തുടക്കം. ഒന്നാലോചിച്ചു നോക്കൂ. ആ ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് ഈ സംഘടന ഇന്നൊരു വലിയ ശൃംഖലയായി വളർന്നിരിക്കുന്നു. അവർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണിത്. അവരുടെ അവിശ്വസനീയമായ കാര്യക്ഷമത ലോകമെമ്പാടുമുള്ള വലിയ ബിസിനസ് സ്കൂളുകളുടെ വരെ പ്രശംസ നേടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരൻ, ഇപ്പോഴത്തെ രാജാവ്, അവരുടെ അഭിനന്ദനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത്ഭുതം തോന്നുന്നില്ലേ? ഒരു ദിവസം ലേഖകർ ഈ ഡബ്ബാവാലനെ കാണാൻ പോയി. നല്ല ചൂടുള്ള ഒരു മാർച്ച് മാസത്തെ ദിവസമായിരുന്നു. ചോറ്റുപാത്രങ്ങൾ നിറച്ച പെട്ടികൾ, അവരതിനെ ട്രേ എന്നാണ് വിളിക്കുന്നത്, റെയിൽവേ സ്റ്റേഷന്റെ നടപാടിൽ കൊണ്ടിറക്കുന്ന വലിയ ശബ്ദം, പിന്നെ ഓരോ ഓഫീസിലേക്കുമുള്ള പാത്രങ്ങൾ വേർതിരിക്കുന്നതിന്റെ കിലികില ശബ്ദം, റെയിൽവേ സ്റ്റേഷനിലെ അറിയിപ്പുകളുടെ ഒച്ച, ഇതിന്റെ എല്ലാം ഇടയിൽ വെച്ചാണ് ലേഖകർ മുംബൈ ടിഫിൻ ബോക്സ് സപ്ലയേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റിനോടും അംഗങ്ങളോടും സംസാരിച്ചത്. അവർ ചോദിച്ചു, ഇന്നെത്ര ഡബ്ബാവാലകളുണ്ട്? അപ്പോൾ കിട്ടിയ മറുപടി എന്താണെന്നോ? വെസ്റ്റേൺ റെയിൽവേയിൽ 3500-ഉം സെൻട്രൽ റെയിൽവേയിൽ 1500-ഉം പേരും. അവർ സംസാരിക്കുന്ന ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമാണ്. അവർക്ക് 2 ലക്ഷം ഉപഭോക്താക്കളുണ്ട്. ആ എണ്ണം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലേഖകർക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു, അങ്ങനെയാണോ? ഇത്രയധികം ഫാസ്റ്റ് ഫുഡ് കടകളൊക്കെ ഉണ്ടായിട്ടും? അപ്പോൾ ഒരു ഡബ്ബാവാല പുച്ഛത്തോടെ പറഞ്ഞു, ഛേ, ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അടുത്ത ചോദ്യം അവരുടെ സമയത്തെക്കുറിച്ചായിരുന്നു. നിങ്ങൾ എപ്പോഴാണ് ഭക്ഷണം എടുക്കുന്നത്? ഏറ്റവും നേരത്തെ രാവിലെ 8 മണിക്ക്. ഇനി ആ സമയത്ത് ഭക്ഷണം റെഡിയായിട്ടില്ലെങ്കിൽ അവർ കാത്തു നിൽക്കില്ല, അങ്ങ് പോകും. പക്ഷെ ആ ഉപഭോക്താവിന് ഒരവസരം കൂടി കൊടുക്കും. അടുത്ത തവണയും വൈകിയാൽ അവരെ ലിസ്റ്റിൽ നിന്ന് അങ്ങ് ഒഴിവാക്കും. അത്രയ്ക്ക് കൃത്യനിഷ്ഠയാണ്. അവർ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പിൽ ഓഫീസിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. 1 മണിക്ക് ഷാർപ്പ്. എന്നിട്ട്
ഉച്ചയ്ക്ക് 2 മണിക്കാകുമ്പോഴേക്കും കാലിയായ പാത്രങ്ങൾ തിരിച്ചെടുക്കും. അപ്പോഴും വൈകിയാൽ അവർ കാത്തു നിൽക്കില്ല. വീണ്ടും ഒരവസരം മാത്രം. കാലിയായ ടിഫിൻ ബോക്സുകൾ വൈകുന്നേരം 5:30 ആകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തിക്കും. ഇതിനെല്ലാം കൂടി അവർ ഒരു മാസത്തേക്ക് ഒരു ഉപഭോക്താവിൽ നിന്ന് ഏകദേശം 500 രൂപയാണ് വാങ്ങുന്നത്. അപ്പോൾ വേറൊരു അംഗം ഇടയിൽ കയറി പറഞ്ഞു, ഞാൻ അന്ധേരിയിലെ 20 ഫ്ളാറ്റുകളിൽ നിന്നും ടിഫിൻ കാരിയർ ശേഖരിക്കുന്നുണ്ട്. അന്ധേരി ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ്. അപ്പോൾ ലേഖകർ ചോദിച്ചു, ഒരു ട്രേയിൽ എത്ര പാത്രങ്ങൾ കൊള്ളും? 40 മുതൽ 45 വരെ. ഒരു ട്രേ നിറയെ പാത്രങ്ങൾ വെച്ചാൽ അതിന് 85 മുതൽ 100 കിലോ വരെ ഭാരം വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ഭാരമായിരിക്കുമെന്നും. അത് ചുമന്നുകൊണ്ടാണ് അവരുടെ ഓട്ടം. അതുമാത്രമല്ല, 5 സ്ഥലങ്ങളിൽ വെച്ച് അവർ ഈ ട്രേകൾ ട്രെയിനിൽ നിന്നിറക്കി പാത്രങ്ങൾ വേറെ ട്രേകളിലേക്ക് മാറ്റി വീണ്ടും കയറ്റുന്നു. ഇതെല്ലാം വളരെ വേഗത്തിലും വളരെ കൃത്യതയോടെയും ചെയ്യണം. ഒരു പാത്രം പോലും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വന്നു, ഏത് ചോറ്റുപാത്രം ഏത് ട്രേയിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? അതിനവർക്ക് അവരുടേതായ ഒരു സംവിധാനമുണ്ട്. ഓരോ ടിഫിൻ കാരിയറിലും ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്ങുകളുണ്ട്. അതായത് അക്ഷരങ്ങളും അക്കങ്ങളും ഉപയോഗിച്ചുള്ള കോഡുകൾ. ആ കോഡിൽ ഫ്ളാറ്റിന്റെ സ്ഥലം, പാത്രങ്ങൾ കൈമാറ്റം ചെയ്യേണ്ട സ്റ്റേഷനുകൾ, ഭക്ഷണം എത്തിക്കേണ്ട സ്ഥലം, ഈ ഡെലിവറിയിൽ ഉൾപ്പെട്ട ഡബ്ബാവാലകൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ടാകും. ഒരു രക്ഷയില്ലാത്ത സിസ്റ്റമല്ലേ? ലേഖകർ അത്ഭുതത്തോടെ ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് വേണ്ടി ഈ സിസ്റ്റം ഉണ്ടാക്കി തന്നത്? അപ്പോൾ അഭിമാനത്തോടെ അവർ പറഞ്ഞു, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ MBA കഴിഞ്ഞവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സത്യത്തിൽ അവരൊക്കെ ഞങ്ങളോട് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശദീകരിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചാൾസ് രാജകുമാരൻ പോലും ഞങ്ങളോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അവർ രാജകുമാരന്റെ കല്യാണത്തിനൊരു സമ്മാനം അയച്ചു കൊടുത്തിരുന്നു. അതിന്റെ തെളിവായി അദ്ദേഹത്തിന്റെ കത്തും അവരുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ സിസ്റ്റം കുറ്റമറ്റതാണ്, അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഏറ്റവും പ്രായം കൂടിയ ഡബ്ബാവാല ആരാണ്? അത് ബിക്കാജിയാണ്. അദ്ദേഹത്തിന് 74 വയസ്സുണ്ട്. കഴിഞ്ഞ 50 വർഷമായി അദ്ദേഹം ഈ ജോലി ചെയ്യുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് 21 വയസ്സാണ്. ലേഖകർ ഈ കാഴ്ചകളെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. ട്രേകൾ വരുന്നു, അവയെല്ലാം കൈവണ്ടികളിലേക്കും സൈക്കിളുകളിലേക്കും മാറ്റുന്നു. ചില ഡബ്ബാവാലകൾ മാലകൾ പോലെ കഴുത്തിലും തോളിലുമായി പാത്രങ്ങൾ തൂക്കിയിട്ട് കൊണ്ടുപോകുന്നു. എല്ലാ ഡബ്ബാവാലകളും വളരെ കഠിനമായ പരിശീലനത്തിലൂടെയാണ് ഈ ജോലിയിലേക്ക് വരുന്നത്. കാരണം അവർ ഉപഭോക്താക്കളോട് വളരെ മര്യാദയോടെ പെരുമാറണം. അതുകൊണ്ട് മോശമായി പെരുമാറുന്നവരോ മദ്യപിക്കുന്നവരോ ആകാൻ പാടില്ല. അതുമാത്രമല്ല, അവരുടെ യൂണിഫോമിന്റെ ഭാഗമായ വെള്ളത്തൊപ്പി ധരിക്കാൻ മറന്നാൽ ആദ്യത്തെ തവണ പിഴ ഈടാക്കും. വീണ്ടും ആവർത്തിച്ചാൽ അവരെ അസോസിയേഷനിൽ നിന്നും പുറത്താക്കും. അത്രയ്ക്കും അച്ചടക്കമുള്ളൊരു സംഘടനയാണ് അവരുടേത്. ലേഖകൾ ഡബ്ബാവാലകളെ അവരുടെ തിരക്കുകൾക്ക് വിട്ട് സ്വന്തമായി ഉച്ചഭക്ഷണം കഴിക്കാനായി ടീ സെന്ററിലേക്ക് നടന്നു. അവിടുത്തെ ലോബിയിൽ ലിഫ്റ്റിന്റെ അടുത്തായി ഒരു മേശയുടെ അടിയിൽ ഒരു ഡബ്ബ ഇരിക്കുന്നത് അവർ കണ്ടു. അത് മുകളിലത്തെ നിലയിലുള്ള ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിലെ ആരുടെയോ ആണെന്ന് അവിടുത്തെ ഗാർഡ് പറഞ്ഞു. അവർ മുകളിലേക്ക് ചെന്നു. അവിടെ വെച്ച് EL പോളോ എന്നയാളെ കണ്ടുമുട്ടി. അദ്ദേഹം ആ കൗൺസിലിന്റെ ഡയറക്ടറും സെക്രട്ടറിയുമായിരുന്നു. അദ്ദേഹം താമസിക്കുന്നത് നഗരത്തിൽ പുറത്ത് മീര റോഡിലാണ്. കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം ഡബ്ബാവാലകളുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ടിഫിൻ എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് കേൾക്കണം. ഈ 10 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും അവർ ഭക്ഷണം എത്തിക്കാതിരുന്നിട്ടില്ല. ഇതൊരു മഹത്തായ സേവനമാണ്, വളരെ വിശ്വസനീയം. അന്താരാഷ്ട്ര നിലവാരം പുലർത്തേണ്ട ഒരു വലിയ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇങ്ങനൊരു അഭിപ്രായം ലഭിക്കുന്നത് തീർച്ചയായും വലിയൊരു അംഗീകാരമാണ്, ശരിയല്ലേ? ഇത്രയും വലിയൊരു ശൃംഖല, അതും സാധാരണക്കാരായ ആളുകൾ സ്വയം രൂപപ്പെടുത്തിയെടുത്ത ഒന്ന്, ഇത്രയും കുറ്റമറ്റതായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനം തോന്നില്ലേ? ഇനിയും നിങ്ങൾക്കൊരു അംഗീകാരം വേണമെന്നുണ്ടെങ്കിൽ ചാൾസ് രാജാവിനോട് തന്നെ ചോദിച്ചു നോക്കൂ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് മുംബൈയിലെ ഡബ്ബാവാലകളുടെ കഥ. അച്ചടക്കവും കൃത്യനിഷ്ഠയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ ജീവിതം, അല്ലേ? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006006363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.